ഹാപ്പി വെൽക്കം ടു SJS സെന്റ് ജോൺ ഡ്യൂവേഴ്സ് സിംഫണി. കഴിഞ്ഞ വീഡിയോയിൽ നാം സെൽഫ് കെയറിന്റെ മെയിൻ കാര്യങ്ങൾ നമുക്ക് കണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാൻ പോകുന്നത് ഫിസിക്കൽ കെയർ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നതാണ്. ഫിസിക്കൽ കെയർ എന്ന് പറയുമ്പോൾ നാം നമ്മുടെ ബോഡിയെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നല്ലൊരു ഡയറ്റ് ഉണ്ടായിരിക്കുക എന്നത്, രണ്ടാമത്തേത് കൃത്യമായി എക്സസൈസ് ചെയ്യുക എന്നത്, മൂന്നാമത്തെ കൃത്യമായി ഉറക്കം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇതിൽ നമ്മൾ ഡയറ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഭക്ഷണം സമീകൃതമായി നാം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കണം. ഒരു LKG 1 ക്ലാസ്സിലെ ഒരു ബുക്കിൽ ഞാൻ ഇടയ്ക്ക് വായിക്കുകയുണ്ടായി. നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് 3 ടൈപ്പാണുള്ളത്. ഒന്നാമത്തെ എനർജി ഗീവിംഗ് ഫുഡ്, രണ്ടാമത്തേത് ബോഡി ബിൽഡിംഗ് ഫുഡ്, മൂന്നാമത്തേത് പ്രൊട്ടക്റ്റീവ് ഫുഡ്. ഇതിൽ തന്നെ എനർജി ഗീവിംഗ് ഫുഡ് എന്ന് പറയുമ്പോൾ അത് വരുന്ന കാര്യങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്സ് ഉൾപ്പെടുന്ന ഭക്ഷണസാധനങ്ങൾ. അതായത് നമ്മുടെ അരി, ഗോതമ്പ്, കപ്പ, ചക്ക അങ്ങനെയൊക്കെ വരുന്ന ഭക്ഷണസാധനങ്ങൾ. രണ്ടാമത്തെ കാറ്റഗറിയാണ് ബോഡി ബിൽഡിംഗ് ഫുഡ്. അതിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ഐറ്റംസ് ആണ് പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ. അതായത് ഇറച്ചി, മീന്, പാല്, മുട്ട, പിന്നെ നട്ട്സ് അങ്ങനെയുള്ള ഭക്ഷണസാധനങ്ങൾ. മൂന്നാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് വരുന്ന ഫുഡ് ഐറ്റംസ്. ഈ 3 ഭക്ഷണ കാറ്റഗറിയും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു ആരോഗ്യം ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ഹെൽത്തി ഡയറ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ അകറ്റി നിർത്താൻ സാധിക്കും. അതുപോലെ നമുക്ക് കൂടുതൽ കാലം നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. നമുക്ക് എപ്പോഴും എനർജി കീപ്പ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ സെൽഫ് കെയറിന്റെ ഫിസിക്കൽ കെയറിന്റെ ഏരിയയാണ് എക്സസൈസ് എന്ന് പറയുന്നത്. എക്സസൈസ് നമ്മുടെ ബോഡിയെ എപ്പോഴും എനർജിയോട് കൂടി വെക്കുവാനും നമ്മുടെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ കൂട്ടുവാനും സാധിക്കും. നമുക്ക് എക്സസൈസ് നമ്മുടെ പ്രായത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. നടക്കാൻ പോകാം, ഡാൻസ് കളിക്കാം, നീന്താൻ പോകാം, അല്ലെങ്കിൽ നമുക്ക് ഓടാൻ പോകാം. എന്തെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് നമ്മുടെ ബോഡിയെ നമുക്ക് എപ്പോഴും ലൈവായി വെക്കാൻ സാധിക്കണം. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെൽഫ് കെയർ റൂട്ടീനാണ് നല്ല ഉറക്കം. കൃത്യമായ ഉറക്കം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നന്നായി ജോലി ചെയ്യാനുള്ള ഒരു ആരോഗ്യം ഉണ്ടാവുകയും നമുക്ക് എനർജി ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. ഉറക്കം നമ്മളെ എപ്പോഴും ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവാൻ സഹായിക്കും. നമ്മുടെ മെന്റൽ ക്ലാരിറ്റിക്ക് ഉറക്കം അത്യാവശ്യമാണ്. നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിന് ഈ 3 കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും നല്ലൊരു റൂട്ടീൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം. സ്റ്റേ ഹാപ്പി, ബി ഹെൽത്തി. താങ്ക് യു.